വാർത്തകൾ തുടരുന്നു. ആലുവ ഭാരത് മാതാ ലോ കോളേജിൽ ഗാന്ധി പ്രതിഭയെ അപമാനിച്ച സംഭവത്തിൽ മുൻ SFI നേതാവിനെതിരെ നടപടി. അതിനെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, ഗാന്ധി പ്രതിമയെ അപമാനിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. SFI നേതാവായിട്ടുള്ള അദീനെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, കഴിഞ്ഞ ദിവസങ്ങളിൽ ആലുവ എടത്തല ഭാരത് മാതാ ലോ കോളേജിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ SFI വിദ്യാർത്ഥി നേതാവ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതായത് പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ദൃശ്യം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ആ വീഡിയോ ദൃശ്യത്തിലടക്കം ഗാന്ധിജി മരിച്ചതല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഇത് വലിയൊരു വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനുമായിരുന്നു ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു വിദ്യാർത്ഥി നേതാവ്, ഒരു പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെ ഇങ്ങനൊരു കാര്യം, അതായത് ഗാന്ധിജിയെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലൊക്കെ വിവാദങ്ങൾ വന്നിരുന്നു. അതിനെതിരെ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലമീൻ അഷ്റഫ് എടത്തല പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും സെക്ഷൻ 153, 426 എന്നീ വകുപ്പ് ചേർത്തുകൊണ്ട് അദീൻ നാസർ, അതായത് ഈ പരാതിക്കാരനായ വ്യക്തി അദീൻ നാസർ എന്ന് പറയുന്ന വ്യക്തി ആലുവ ഏരിയ കമ്മിറ്റി മെമ്പറും ഭാരത് മാതാ ലോ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുമാണ്. മാത്രമല്ല ഭാരത് മാതാ ലോ കോളേജിലെ 5ാം വർഷ നിയമ വിദ്യാർത്ഥി കൂടിയാണ് ഈ കുറ്റം ചെയ്തിട്ടുള്ള അദീൻ നാസർ എന്ന് പറയുന്നത്. ഈ അദീൻ നാസറിനെതിരെ KSU സംഘടന പരാതി കൊടുക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ഭാഗമെന്നോണമാണ് ഈ ഒരു പരാതി, അതായത് ദൃശ്യങ്ങളടക്കം മുന്നിൽ തെളിവുകളായി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭാരത് മാതാ ലോ കോളേജിൽ നിന്ന് ഈ വിദ്യാർത്ഥിയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയുന്നത്. ആതിര. ശരി മേഘ്ന, ആലുവ ഭാരത് മാതാ ലോ കോളേജിൽ ഗാന്ധി പ്രതിമയെ അപമാനിച്ച സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. മുൻ SFI നേതാവിനായ അദീനെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും മേഘ്ന മുരളി.